വെറും 6.5 മീറ്ററിലധികം ജസ്റ്റ് വീതിയുള്ള ഈ ഒരു പ്ലോട്ടില് 5.5 മീറ്റർ സൈസിലാണ് വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ചെറിയ പ്ലോട്ടാണ്, വെറും 6.5 മീറ്റർ ഉള്ളൂ തോന്നുന്നു വീതിയിലെ. ഇതിനകത്ത് ഇത് സാധ്യമാണോ? സാധ്യമാണ്, തെളിച്ചു അല്ലെ? ചെറിയ പ്ലോട്ടിൽ വീട് വെക്കാൻ പറ്റുമെന്ന് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്കുള്ളതാണ് ഈ വീട്. അതുകൊണ്ട് സങ്കടമല്ല, അല്ലെങ്കിൽ പൊളിച്ചു പണിയാന്ന് പറയുമ്പോ ഒരു സങ്കടം ഉണ്ടാവും. ഒരുപാട് കഷ്ടപ്പാടിന്റെ കഥകൾ ഉണ്ടാവും ഒരു വീട് ഉണ്ടാക്കുമ്പോ അല്ലെ. ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതുപോലുള്ള സ്പേസ് ഒരു കൺജഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. ഏതൊരു ആർട്ട് വർക്ക് ഒരു വീട്ടിൽ വെച്ചാലും അവിടെ അതിനേക്കാളൊക്കെ എത്രയും ഭംഗി ആ ഒരു ഫാമിലിയെ നിറയെ കാണുന്ന രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്യല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെറും 5.5 മീറ്റർ വീതിയിൽ വീടുണ്ടാക്കാൻ പറ്റുമോ? ഇതാ ഈ കാണുന്ന വീട് കണ്ടില്ലേ, വെറും 6.5 മീറ്ററിലധികം ജസ്റ്റ് വീതിയുള്ള ഈ ഒരു പ്ലോട്ടില് 5.5 മീറ്റർ സൈസിലാണ് വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വീട്, ചെറിയ പ്ലോട്ടിൽ വീട് വെക്കാൻ പറ്റുമെന്ന് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്കുള്ളതാണ് ഈ വീട്. ഇത്രയും ചെറിയ വീതി മാത്രമാണ് ഫ്രണ്ടേജ് ഉള്ളതെങ്കിൽ കൂടി ബാക്കോട്ട് അങ്ങനെ പോവുകയാണ് ഈ ഒരു പ്ലോട്ട്. ഏകദേശം 8.5 സെന്റ് ആണ് ഈ ഒരു പ്ലോട്ട് ഉള്ളതെങ്കിലും കൂടി എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും വീട് നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ട്രബ്ലിംഗ് ആർക്കിടെക്ട്സ് ആൻഡ് സ്റ്റുഡിയോ, അതെ, ഗിൽബർട്ടിന്റെ ടീമാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു വീതിക്കും അപ്പുറം ഈ വീടിന്റെ ഡിസൈനിലാണ് കൂടുതൽ കാഴ്ചകളുള്ളത്. നമ്മളെ പേജ് ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്ത് കാണുന്ന ആൾക്കാർക്ക് ഇതുപോലെ പല വീടുകൾ കാണും. എന്നല്ല, ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ പ്ലോട്ടിൽ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ആശങ്ക തന്നെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു ഭംഗി നോക്കി, ഒരു മോഡേൺ സ്റ്റൈൽ കീപ്പ് ചെയ്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കാണുന്ന ഒരു ഒല്ലൂരിന്ന് വരുന്ന ഈ ഒരു റോഡിന്റെ സൈഡിൽ നല്ല നാച്ചുറൽ പേവിങ് സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് എൻ്റർ ചെയ്ത് കാണുന്ന മാക്സിമം മുറ്റം ഇൻക്ലൂഡ് ചെയ്ത് അതിനകത്താണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ഫെൻസ് ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ജാളി ഐഡിയാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് സെയിം പാറ്റേൺ വരുന്ന രീതിയിലുള്ള ജാളി ഐഡിയാസ് മെറ്റലിൽ ഇതാ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു റസ്റ്റിക് ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഗാർഡൻസ് കൊടുത്തിട്ടുണ്ട്, ഗ്രൂ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്ററിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്റ്റെപ്പാണ്. ഇത്രയാണ് ഇതിൻ്റെ വീതിയുള്ളെങ്കിൽ കൂടി വീട് ഒരു എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഗ്രാൻഡ് ഫീൽ കിട്ടുന്നതിന് ഇതാ ഗാർഡൻസ് എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് വീടിൻ്റെ അകത്തേക്ക് കയറുന്നെങ്കിൽ കൂടി നമുക്ക് ഇതിൻ്റെ മേലേക്കൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും നല്ല ടെക്സ്ചർ ഫിനിഷ് ഗ്രേ കളറിൽ കാണാൻ പറ്റും. അത് തന്നെയാണ് ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ. അതിലും CNCയുടെ ഒരു റസ്റ്റിക് ഫീൽ കിട്ടുന്ന ഡിസൈൻ നമ്മൾ ഇവിടെ കണ്ടല്ലോ, അതേ ഐഡിയ മേലെയും കൊടുത്തു. അതുകൊണ്ട് ആ ഒരു വൈറ്റ്നെസ്സും ഗ്രേയും ഈ ഒരു റെഡിഷ് ടച്ചും വന്നപ്പോൾ വീട് വേറെ ലെവലായില്ലേ. നമ്മുടെ കൂടെ ഈ ഒരു വീടിന്റെ ഗൃഹനാഥകളായ വിൽസൺ ചേട്ടനും അതുപോലെ തന്നെ ഡേസി ചേച്ചിയും ഉള്ളത്. ചേച്ചി, ഭംഗിയായിട്ടുള്ള വീട് ഇത്രയും ചെറിയ പ്ലോട്ടിൽ നിർമ്മിക്കാൻ കഴിയുമെന്നാ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സാധിച്ചു ഇത്? ഗിൽബർട്ടും അതെ അതെ ആശയം കൊടുത്തു, അവനത് ചെയ്തു തന്നു അല്ലെ. ഇപ്പൊ ചെറിയ പ്ലോട്ടാണ്, വെറും 6.5 മീറ്റർ ഉള്ളൂ എന്ന് തോന്നുന്നു വീതിയിലെ. ഇതിനകത്ത് ഇത് സാധ്യമാണോ? സാധ്യമാണ്, തെളിച്ചു അല്ലെ. പക്ഷെ ഇങ്ങനെ നീളത്തിലാണ് പോയത്. നല്ല നീളം വരുന്നുണ്ട്, അറ്റത്തേക്ക് പോകുന്നതാണല്ലേ. അപ്പൊ ഇത് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്? ഉണ്ടല്ലേ. അപ്പൊ പിന്നെയാണ് ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലത്ത് മുമ്പ് ഒരു വീട് ഉണ്ടായിരുന്നല്ലോ അല്ലെ. അത് റിനോവേഷൻ പൊളിച്ചു കളഞ്ഞിട്ട് പിന്നെ ഇത് പണിത്. അത് സൗകര്യം കുറവായിരുന്നു. എന്നാലും ഞാൻ ആദ്യം അതുകൊണ്ട് സങ്കടമല്ല, അല്ലെങ്കിൽ പൊളിച്ചു പണിയാന്ന് പറയുമ്പോ മുറികളൊക്കെ ആയിട്ട് അന്ന് പണിതിട്ടുള്ള ഒരു ഇതായിരുന്നു. സൗകര്യങ്ങൾ കുറവ്, പിന്നെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തങ്ങാനും പിടിക്കാനൊക്കെ സൗകര്യം കുറവ്. അപ്പൊ പിന്നെ അപ്പൊ കുറച്ചു കാലമായി പൊളിച്ചു പണിയണം എന്നുള്ളൊരു ഇത് നിൽക്കണു. അത് വേണ്ടാന്ന് പറഞ്ഞ് നിർത്തി. അങ്ങനെ അവസാനം ഇപ്പൊ പെട്ടെന്നേ അത് കഴിഞ്ഞ കൊല്ലം ഒരു ജൂൺ മാസത്തിൽ വന്നപ്പോ പറഞ്ഞു നമുക്ക് പൊളിച്ചു പണിയിടണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വേറെ സ്ഥലം അന്വേഷിച്ച് അടുത്തന്നെ കിട്ടി. അപ്പൊ പിന്നെ ഇതിന്റെ പണി വേഗം തുടങ്ങി.
ജൂൺ മാസത്തിൽ പ്ലാൻ ചെയ്തപ്പോഴേക്ക് 1 വർഷത്തിനുള്ളിൽ തീർന്നോ? ഒറ്റ വർഷത്തിനകത്തോ? വർഷത്തിനുള്ളിൽ എല്ലാ പരിപാടിയും കഴിച്ചു കൂടാ. ജൂലൈയില് നമ്മ വാടക വീട് അന്വേഷിച്ചു. ആഗസ്റ്റ് 17-ാം തീയതി കുറ്റിയടിച്ചു. 15-ാം തീയതി ആഗസ്റ്റ് 15-ാം തീയതി അല്ലേ? 15-ാം തീയതി ഓക്കെ, അതായത് ഇന്നത്തേക്ക് ആഗസ്റ്റ് ആയിട്ടുള്ളൂ അല്ലെ? 1 വർഷം കൊണ്ട് തീർന്നു. പക്ഷെ നല്ല മഴയുള്ള ടൈം അല്ലേ? എങ്ങനെ പണി നടന്നത്? കഴിഞ്ഞ ദിവസം നല്ല മഴ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മഴയുടെ പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ഇതുണ്ടായിരുന്നു. അതിനേക്കാൾ നമുക്ക് ഇവിടെ സാധനങ്ങൾ ഇറക്കി അങ്ങോട്ട് മാറ്റാനും പിടിക്കാനും സ്ഥലമില്ലല്ലോ ഈ ഒരു സ്ഥലത്ത് തന്നെ വേണല്ലോ. കുറേശ്ശെ ഇവിടെ ഇറക്കാൻ പറ്റുള്ളൂ. അതെ, ഓരായിട്ട്. അപ്പൊ അത് ഈ കല്ലിന് പ്രശ്നം ഉണ്ടാക്കി ആദ്യം. കല്ല് ബാക്കിൽ കെട്ടാൻ പറഞ്ഞപ്പോ വണ്ടി കയറില്ല പറഞ്ഞിട്ട് അവിടെ പകുതിയിൽ കെട്ടി. എന്നിട്ട് പിന്നെ അത് ഒരു ദിവസം നിന്നിട്ട് JCB കൊണ്ട് അപ്പുറത്തേക്ക് മാറ്റിയത്. അതായത് ഒരുപാട് കഷ്ടപ്പാടിന്റെ കഥകൾ ഉണ്ടാവും ഒരു വീട് ഉണ്ടാക്കുമ്പോ അല്ലെ? ഭംഗിയായി. ഇപ്പൊ ഇങ്ങനെ ആയപ്പോ എല്ലാം ഹാപ്പി, ശുഭം അല്ലേ? മക്കളായിരിക്കായിരുന്നു? മോളും മോനും പുറത്താണ്, മുംബൈയിലാണ് അല്ലേ? അപ്പൊ അവർക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഹാപ്പി, സമാധാനമാണ്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ സമാധാനത്തിന്റെ ഒരു വെള്ളരിപ്രാവുകൾ പറഞ്ഞ ഈ ഒരു വീട് ഞാൻ അകത്തും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. സിറ്റ് ഔട്ടിലുള്ള കാഴ്ചകൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിരിക്കുന്ന സാധാരണ ഇതുപോലുള്ള വീടുകൾക്ക് നീളത്തിലുള്ളതേ സാധ്യമാകുള്ളൂ സിറ്റ് ഔട്ട്. അതിൽ ഇവിടെ സൈഡിൽ ഇരിപ്പിടം ഒരുക്കി, അതുപോലെ സ്റ്റെപ്പുകൾ 2 സൈഡിലേക്ക് ഇട്ടു. ഇവിടെയും സ്റ്റെപ്പുണ്ട്, നേരെ ഫ്രണ്ടിലും ഉണ്ട്. പിന്നെ എല്ലാവരെയും അട്രാക്ഷൻ ഇതിലെ അകത്തേക്കാണ് പോകുന്നത്. നല്ല ലൈറ്റ് കൊടുത്തു, PVC ബോർഡ് കൊണ്ട് നിർമ്മിച്ച് മൈക്ക ലാമിനേറ്റ്സ് കൊടുത്ത് ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഒരു വാം വെൽക്കം നൽകുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ. ഡോറിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വുഡൻ ഡിസൈൻ ആണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. നല്ല ഗോൾഡൻ സ്ട്രിപ്പുള്ള, ഗോൾഡൻ ഹാൻഡിലുള്ള നല്ലൊരു അടിപൊളി ഡോർ. ചെറിയ വീട്, നീളത്തിലുള്ള വീട് ഭംഗിയാക്കാൻ പറ്റില്ലേ? അതല്ല ചോദ്യം. ഇന്റീരിയർ ഭംഗിയാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതുപോലുള്ള സ്പേസ് ഒരു കൺജഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വലിയൊരു ഷാൻഡലിയർ കൊടുക്കാൻ പറ്റി, വലിയ വിൻഡോകൾ, ഗ്ലാസ് വിൻഡോ കൊടുക്കാൻ പറ്റി. പകല് നിങ്ങൾക്ക് ലൈറ്റ് ഇടുകയേ വേണ്ട, ആ 2 കേർട്ടൻസ് ഓപ്പൺ ചെയ്താൽ മുഴുവനായിട്ട് ലൈറ്റ് കിട്ടും. എന്നാൽ ഒരു ഈവനിങ് വൈബ് അല്ലെങ്കിൽ നൈറ്റ് വ്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ലൈറ്റുകൾ കൊണ്ട് നല്ല സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മേലെയും കാണാം സ്ട്രിപ്പ് ലൈറ്റ്, അതുപോലെ ഈ വാളിൽ കാണാം. അതുപോലെ തന്നെ ഈ ഒരു TV ഏരിയയും നല്ല വുഡൻ ആയിട്ടുള്ള ലൂവേഴ്സ് കൊടുത്ത്, WPC ലൂവേഴ്സ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഈ ഒരു പാർട്ടീഷൻ വുഡൻ ഡിസൈൻ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള പെർഗോള ഡിസൈൻസ്, കുറച്ച് ആക്സസറീസും അതുപോലെ വേഴ്സസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഹാളിൽ ഇവിടെ സിറ്റിങ്ങുകളുണ്ട്, അതുപോലെ ഒരു പ്രെയർ ഏരിയ ഉണ്ട്. ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഒരു സ്റ്റെയർ തന്നെയാണ്. സാധാരണ മിക്ക വീടുകളും സ്റ്റെയർ ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ അഭംഗിയായിട്ട് കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ഹാളിലേക്ക് എൻ്റർ ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ല ഭംഗിയിൽ വുഡൻ സ്റ്റൈലിലെ ടൈല് കൊണ്ട് ഭംഗിയായിട്ട് ചെയ്ത ഈ ഒരു സ്റ്റെയർ ആണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫാമിലിയുടെ ഫോട്ടോ എൻഗ്രേവ് ചെയ്തിരിക്കുകയാണ് വലിയ സൈസിൽ. ഏതൊരു ആർട്ട് വർക്ക് ഒരു വീട്ടിൽ വെച്ചാലും അവിടെ അതിനേക്കാളൊക്കെ എത്രയും ഭംഗി ആ ഒരു ഫാമിലിയെ നിറയെ കാണുന്ന രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്യല്ലേ. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന്, ഹാളിൽ നിന്ന് ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷനിലേക്ക് വരാം. ഇതാണ് ഡൈനിങ് സ്പേസ്. ആ ഒരു നീളത്തെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്ക് അങ്ങനെ ഒരു നീളം ഫീൽ ചെയ്യുന്ന രീതിയിലേ അല്ല ഇവിടുത്തെ ഒരു സെറ്റപ്പ്. കാരണം വലിയൊരു ഓപ്പണിങ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കർട്ടന് ഇപ്പുറത്തെ ഇവരുടെ കിണറുണ്ട്, അതുപോലെ വാഷ് ഏരിയ ഉണ്ട്. ഇതാണ് സ്ലൈഡിംഗ് ഡോറിലൂടെ ഈ ഒരു ഭാഗം കവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു വിൻഡോ കൊടുത്തത് കൊണ്ട് ഈ ഒരു ഏരിയ കൺജഷൻ ഫീൽ ചെയ്യാത്ത രീതിയിലായി. അതുപോലെ ക്രോസ് വെന്റിലേഷൻ കിട്ടുന്നതിനും ഇത് സഹായകമായി. നല്ലൊരു ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മോഡുലാർ കിച്ചൺ, ലൂവർ പാറ്റേൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നാനോ വൈറ്റ് 4K കൊണ്ടുള്ള കൗണ്ടർ ടോപ്പ് ആണ്. വൈറ്റ് കളർ നന്നായിട്ട് ഇവിടെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തു. അതിലേക്ക് ലൈറ്റ് കളറായിട്ടുള്ള ലാമിനേറ്റ്സും കൂടെ വന്നപ്പോൾ ഈ ഒരു കിച്ചൺ അടിപൊളിയായി. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതുപോലെ ചെറിയ കിച്ചണുകളൊക്കെ ആവുമ്പോൾ ലൈറ്റ് കളർ, സിമ്പിൾ വൈറ്റിലേക്ക് നിൽക്കുന്ന കളറുകളാണെങ്കിൽ നമുക്കൊരു കൺജഷൻ ഫീൽ ചെയ്യില്ല. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ റോസ് ഗോൾഡ് ആയിട്ടുള്ള ഇതുപോലെ പ്രൊഫൈൽ ഹാൻഡിലും കൂടെ കൊടുത്തപ്പോൾ ഈ ഒരു കിച്ചൺ അടിപൊളിയായി. എന്നാലും നിങ്ങളൊക്കെ എടുത്തു പറയുന്നത് ഈ കൗണ്ടർ ടോപ്പിന്റെ ഭംഗി തന്നെയായിരിക്കും. കൗണ്ടർ ടോപ്പുകൾ വ്യത്യസ്ത രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതിൻ്റെ മോഡൽസ് എല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. പക്ഷേ ഇത് നാനോ വൈറ്റ് 4K ആണ്. നമ്മൾ പല രീതിയിലും മുമ്പ് പരിചയപ്പെടുത്തിയ സംഭവങ്ങളാണ്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടൈൽ ഗ്രീൻ കളറിൽ ഈ ഒരു ഭാഗത്തൂടെ ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ ഒരു എക്സ്ട്രാ വർക്ക് ഏരിയ ഈ ഒരു ഭാഗത്തുണ്ട്. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ആണ്, അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ
ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. ഒരു സിമ്പിൾ കളർ ഗ്രേ ഇവിടെയാണ് നമുക്ക് വോളിലൊക്കെ കാണാൻ പറ്റും. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഐവറി അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ, എന്താ പറയുക, കോഫി കളർ എന്നൊക്കെ പറയുന്ന കളറാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതെല്ലാം ലാമിനേറ്റ്സ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് വലിയ വാർഡ്രോബ്, അപ്പർ ക്യാബിനറ്റും നമുക്ക് കാണാൻ പറ്റും. മിറർ ഏരിയ ഇവിടെയുണ്ട്. അതുപോലെ നല്ലൊരു ബെഡ് കോട്ട് ആ ഒരു സൈസിലുണ്ട്. പക്ഷേ ഈ ഒരു ബെഡ്റൂമിൽ എന്നെ അട്രാക്റ്റീവ് ആക്കി ഈ ഒരു കാര്യമൊന്നുമല്ല. ചെറിയ ബെഡ്റൂം ആണെങ്കിലും നല്ലൊരു ബേ വിൻഡോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഗ്രാനൈറ്റ് ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വലിയ UPVC വിൻഡോ നമുക്കിവിടെ കാണാം. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് ഓരോ കാഴ്ചകൾ കാണുന്നത് പോലെ ഇവിടെ ഇരുന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ചായയൊക്കെ കുടിച്ചൊക്കെ ഇരിക്കാൻ പറ്റും. ഇനി ഈ ഒരു ഹാൾ അത്യാവശ്യം നീളത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. എന്നാലും അതിന്റെ സൈസ് ആസ്പെക്ട് റേഷ്യോയിൽ ഓക്കെയാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫ്ലോറിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുവരെ നമ്മൾ ഐവറി ടൈൽ കളറുകളാണ് കണ്ടതെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ വുഡൻ ഷെയ്ഡ് വന്നു. മൊത്തത്തിലൊരു വുഡൻ ആംബിയൻസ്, അതുപോലെ ഈ ഒരു ഏരിയനെ ഒന്നുകൂടി ഗ്രാൻഡ് ആക്കി. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ നീളത്തിലുള്ള ഈ ഒരു വീടിന്റെ ഒന്നാമത്തെ ബെഡ്റൂം, അതായത് ഫ്രണ്ട് ഏരിയയിലേക്ക് വരുന്ന ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്ന, നല്ല ആംബിയൻസ് ഉള്ള വലിയ ഗ്ലാസ് ഡോറുകളാണ്, സ്ലൈഡിങ് ഡോറുകളാണ്. നമുക്കിതാ പുറമേക്ക് അങ്ങനെ കാണാൻ പറ്റും വിശാലമായിട്ട്. അങ്ങനെ കണ്ടുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ബെഡ് കോട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ഗ്രേ കളർ തന്നെയാണ് ഇവിടെയും ആംബിയൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിന് ഈ സെയിം ഗ്രൗണ്ട് ഫ്ലോറിലെ സെയിം കളർ ടൈലും അതുപോലെ സീലിംഗിൽ വൈറ്റ് കളറാണ് കീപ്പ് ചെയ്ത്. ഈ റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഡ്രസ്സിംഗ് ഏരിയയും ഈ ഒരു ഭാഗത്തുമാണ്. ഹാളിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ഹാൾ സ്പേസ് നമുക്ക് കിട്ടും. ഈ ഒരു സ്പേസിലല്ല ബെഡ്റൂം വരുന്നത് എൻഡിലാണ്, അതായത് ഈ വീട് പ്രോപ്പർട്ടിയുടെ എൻഡിൽ മറ്റൊരു ബെഡ്റൂമും സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വീട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ മാക്സിമം സ്പേസുകൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ ഒരു പ്ലോട്ടിൽ വീടുണ്ടാക്കുമ്പോൾ ഒരുപാട് ചലഞ്ചുകളുണ്ട്. ആ ചലഞ്ചിനെ എല്ലാം മറികടന്നാണ് ഡിസൈനർ ഈ ഒരു വീട് ഒരുക്കിയിട്ടുള്ളത്. പലപ്പോഴും ചെറിയ പ്ലോട്ടിൽ വീട് വെക്കാൻ പലർക്കും ആശങ്ക ഉണ്ടാകാറുണ്ട്, അത് പോസിബിൾ ആണോ എന്ന്. എന്നാൽ നല്ലൊരു എഞ്ചിനീയറെ, നല്ലൊരു ഡിസൈനറെ അല്ലെങ്കിൽ നല്ലൊരു ആർക്കിടെക്റ്റിനെ കിട്ടിയാൽ അത് സാധ്യമാണ്. അത് മാത്രമല്ല വീട്ടുകാർക്കും ആ ഒരു കോൺഫിഡൻറ്റ് വേണം, അത് തീർക്കാൻ പറ്റൂ എന്നൊക്കെ. ഈ വീട് ഭംഗിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അറിയാം. അതുപോലെ ഇതുപോലെ മനോഹരങ്ങളായിട്ടുള്ള വീടുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഡെക്കോ ഡിസൈൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.